നമുക്കിന്ന് മൂഷിക രാജവംശത്തിന്റെ ആസ്ഥാനത്തേക്ക് ഒരു യാത്ര പോയാലോ? തന്റെ സൗന്ദര്യം കൊണ്ട് ആരെയും മയക്കുന്ന ഏഴിമലയിലേക്കാണ് ഇന്ന് ഈ നാടിന്റെ യാത്ര. ഐതിഹ്യ കഥകൾ കൊണ്ടും ചരിത്ര കഥകൾ കൊണ്ടും സമ്പന്നമായ ഏഴിമലയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര പോകാം. ഏഴിമലയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിൽ നമ്മൾ ആദ്യം എത്തിയിട്ടുള്ളത് ആഞ്ജനേയഗിരിയിലാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഹനുമാന്റെ ശില്പമാണ് ഇവിടെയുള്ളത്. ഏകദേശം 41 അടിയാണ് ഈ ഹനുമാൻ പ്രതിമയ്ക്ക് ഉയരമുള്ളത്. ഇവിടെ ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നാണ് ഇതിനു മുന്നിൽ തന്നെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് ഇവിടെ ജാതിയോ മതമോ അങ്ങനെ യാതൊരു അതിർവരമ്പുമില്ലാതെ ഏവർക്കും വന്ന് ഇവിടെ പ്രാർത്ഥന നടത്തി തിരിച്ചു പോകാമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത്രയും മനോഹരമായ കാഴ്ചയും ഈ ഇടം നമുക്ക് സമ്മാനിക്കുന്നതായിരിക്കും. ഏഴിമലയിലെ ആഞ്ജനേയ പ്രതിമ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായിട്ടുള്ള ഒരു പ്രതിമയാണ്. 1998 നമ്മുടെ സൂര്യ ട്രസ്റ്റ് രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി നടത്തിയ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ ഒരു പ്രവർത്തനമാണ് ഏഴിമലയിലെ ആഞ്ജനേയ പ്രതിമ. ഏഴിമല എന്നത് ഒരു ആഞ്ജനേയൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു മലയാണ്. അതായത് കൈലാസത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അടർന്നു വീണ ഒരു കല്ലിൻ്റെ ഇതായതുകൊണ്ട് അവിടെ ഒരു ഹനുമാൻ പ്രതിമ ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം നമുക്കുണ്ടായി. അങ്ങനെ ചെറിയ വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടാണ് ആദ്യം ചെയ്തത്. പിന്നീട് അത് വലുതായി, പിന്നെ ഏറ്റവും വലുതായി. അപ്പോൾ ഈ ആഞ്ജനേയഗിരിയിൽ ആഞ്ജനേയ സ്വാമിക്ക് അടുത്തെത്തണമെങ്കിൽ ഈ പടിക്കെട്ടുകളൊക്കെ കയറി വരേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ പാദരക്ഷകൾ അഴിച്ചു വെക്കണം. അങ്ങനെ പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് എത്തണം. ഇവിടെ ജാതി മതം അതൊന്നും ചോദിക്കുന്നില്ല എന്നത് പറയുന്നത് പോലെ ഏറ്റവും മനോഹരമായ മറ്റൊരു കാര്യം, നമുക്കിവിടെ ഭഗവാനോട് നേരിട്ട് സംവദിക്കാമെന്നാണ്. അതിനൊരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരു പൂജാരി ഇല്ല. നമ്മൾ തന്നെ വന്ന് വിളക്ക് കൊളുത്തി നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കൺസെപ്റ്റാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇത്രയും അടുത്തെത്തിയപ്പോൾ നമുക്ക് കാഴ്ചയിൽ, അതായത് ഹനുമാൻ സ്വാമിയുടെ മുഖമൊന്നും ഇവിടുന്ന് നമുക്ക് വ്യക്തമല്ല. 41 അടി ഉയരമുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമയ്ക്ക് അരികിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു കൽവിളക്കുണ്ട്, അതുപോലെ കർപ്പൂരവും ഒക്കെ കത്തിക്കുവാനുള്ള ഇടമുണ്ട്. പിന്നെ ഭക്തർ കൊണ്ടുവരുന്ന എണ്ണയും അതുപോലെ തിരിയും ചിരാതുകളും ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ചിരാതിൽ എണ്ണ ഒഴിച്ച് ഭക്തർ തന്നെ കത്തിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് മുകളിലോട്ട് കയറാൻ അനുവാദമില്ല. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മുടെ ആഞ്ജനേയ സ്വാമിയുമായി സംവദിക്കുവാനുള്ളൊരു ഇടം ഇവിടെയാണ്. അത്തരത്തിൽ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ വിളക്ക് തിരിയും എണ്ണയും കർപ്പൂരവും ഒക്കെ ആയി തന്നെയാണ് ഇവിടെ എത്തുന്നത്. ഈ ആഞ്ജനേയ പ്രതിമയ്ക്ക് തൊട്ടുപുറകിൽ തന്നെ ഒരു മുത്തപ്പൻ ക്ഷേത്രമുണ്ട്. വൈകുന്നേരങ്ങളിൽ അവിടെ പാട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പാട്ടിൻ്റെ ശബ്ദം കൂടി ഇവിടെ കേൾക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു അനുഭൂതിയാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു അനുഭൂതിയാണ്.
ഇവിടെ നമുക്ക് ഇപ്പോൾ സമ്മാനിക്കുന്നത്. ഈ ആഞ്ജനേയ പ്രതിമയ്ക്ക് തൊട്ട് മുന്നിൽ തന്നെ ചെറിയൊരു പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്, പലതരത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടം സമ്മാനിക്കുന്നത്. അത്തരത്തിൽ ഇവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കുവാനും അവരുടെ സായാഹ്നങ്ങൾ ഏറ്റവും മനോഹരമാക്കുവാനുമുള്ള എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആഞ്ജനേയഗിരിയിലെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള 2 മാൻകുട്ടികളാണിത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സായാഹ്നങ്ങൾ ഏറ്റവും മനോഹരമാക്കുവാൻ ഇവിടെ ഒട്ടേറെ പേരാണ് എത്തിച്ചേരുന്നത്. അവർക്കൊക്കെ ഇരിക്കുവാനുള്ള ഇരിപ്പിടങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ കയറി ഇരുന്ന് കളിക്കുവാനായിട്ടാണ് ഈ 2 മാൻകുട്ടികളെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് മുകളിൽ കയറിയിരിക്കാം, നല്ല ഉറപ്പുള്ളതാണ്. ഞാൻ ഏതായാലും അത്തരം ഒരു സാഹസത്തിന് മുതിരുന്നില്ല. പക്ഷേ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് മുകളിൽ കയറിയിരിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യാം. അതിനായാണ് ഈ 2 മാൻ കുട്ടികളുടെ ശില്പം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഹനുമാൻ പ്രതിമ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് KKR വെങ്ങരയാണ്. പയ്യന്നൂരും പരിസര പ്രദേശത്തൊക്കെ ഉള്ളവർക്ക് KKR വെങ്ങരയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. മാഷിൻ്റെ ശിഷ്യത്വം വഹിച്ചവർ തന്നെ കൂടുതൽ പേരുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശില്പമാണ് 41 അടി ഉയരത്തിലുമുള്ള ഈ ആഞ്ജനേയ പ്രതിമ. എനിക്ക് പിന്നിലൊരു പാറ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. മുൻപ് ഈ പാറപ്പുറത്ത് കയറിക്കഴിഞ്ഞാൽ സൺസെറ്റ് വളരെ മനോഹരമായി ആസ്വദിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ പിന്നീട് ഇവിടെ ആളുകൾ വന്ന് അത് ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയതുകൊണ്ട് ഇപ്പോൾ ആളുകളെ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നില്ല. കമ്പിവേലിയൊക്കെ കെട്ടി അവിടെ മറച്ചിട്ടാണുള്ളത്. എങ്കിൽ പോലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, അതിന് മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂ എത്ര ഭംഗിയുള്ളതായിരിക്കും, അവിടുന്ന് കാണുന്ന സൺസെറ്റ് എത്ര മനോഹരമായിരിക്കും എന്നൊക്കെ കാണാം. പക്ഷേ ഇപ്പം അങ്ങോട്ടേക്ക് നമുക്ക് കയറിപ്പോകാൻ സാധിക്കുന്നില്ല. പിന്നീട് ഏഴിമല എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഒട്ടേറെ ഔഷധ സസ്യങ്ങളുടെ വലിയ കലവറ തന്നെയാണ്. പാരമ്പര്യ വൈദ്യന്മാരൊക്കെ ഇവിടെ വന്നിട്ട് ഒത്തിരിയേറെ സസ്യങ്ങളാണ്, ഔഷധ സസ്യങ്ങളാണ് പറിച്ചു കൊണ്ടുപോകുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ആ കാടിൻ്റെ ഒരു ഭംഗി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ആരും അത് അതിക്രമിച്ച് കയറി മോശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാറില്ല. മാത്രമല്ല കൂടുതൽ വനങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ച് ഇവിടെ ഒരു നക്ഷത്ര വനം, അശ്വതി, ഭരണി, അങ്ങനെ ഓരോ നക്ഷത്രത്തിനും പറ്റിയ മരങ്ങൾ ഏതൊക്കെയാണ് എന്ന്, തിരുവാതിരയ്ക്കൊക്കെ കരിമരമാണ്, അശ്വതിക്ക് കാഞ്ഞിരമാണ്, അങ്ങനെ ഓരോ നക്ഷത്ര വനം എന്ന രീതിയിലൊക്കെ ഇവിടെ വനങ്ങൾ വച്ച് പിടിപ്പിക്കാനും ഒക്കെ ഇവിടുത്തുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഏഴിമലയുടെ ആ ഒരു ഭംഗി ഒട്ടും ചോർന്നു പോകാതെ എത്രമാത്രം അത് കാത്തു വെക്കാമോ അങ്ങനെ തന്നെ സൂക്ഷിക്കുവാൻ വേണ്ടി ഇവിടുത്തുകാർ പരിശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ എത്തിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏഴിമലയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഇടമാണ് ഈ എട്ടിക്കുളം ബീച്ച്. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കുട്ടികൾ ഇവിടെ കളിക്കാനായിട്ടും
സായാഹ്നങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് കുടുംബങ്ങളും അങ്ങനെ ഒത്തിരിയേറെ പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏഴിമലയുടെ എല്ലാ ഭംഗിയും ഈ കടലിൻ്റെ ആ ഒരു വശ്യതയും ഒക്കെ ഇവിടെ നമുക്ക് എത്തുമ്പോൾ ഒറ്റ ഫ്രെയിമിൽ കാണാമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ വൈകുന്നേര സമയങ്ങളിൽ തന്നെയാണ് കടലിന് ഒരു പ്രത്യേക ഭംഗി കൈവരിക്കുന്നത്. അപ്പോൾ സൺസെറ്റ് കാണാനൊക്കെ ആയിട്ടാണ് ഇവിടെ കൂടുതൽ പേരെത്തുന്നത്. അപ്പോൾ ആ ഒരു സൗന്ദര്യം മുഴുവനായും ആസ്വദിക്കാൻ ഈ ഒരു സമയത്ത് നമുക്ക് പറ്റുന്നുണ്ട്. എട്ടിക്കുളം ബീച്ച് സഞ്ചാരികളുടെ ഇഷ്ട ഇടമാണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴിമലയുടെ ഒരു സൗന്ദര്യം, അതുപോലെ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെതായ എല്ലാ സൗന്ദര്യവും ഇവിടെയുണ്ട്. മാത്രമല്ല ഈ വൈകുന്നേര സമയത്തായിട്ട് പോലും കടല് അതിൻ്റെ ഏറ്റവും രൗദ്രമായ രൂപത്തിലാണ്. ഈ പാറക്കെട്ടിലൊക്കെ വന്ന് തിരമാലകൾ അടിച്ച് ചിന്നിച്ചിതറുന്ന ഒരു കാഴ്ചയൊക്കെ വളരെ മനോഹരമാണ്. ഈ രൗദ്രത തന്നെയാണ് കടലിൻ്റെ ഏറ്റവും മനോഹാരിത. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ സഞ്ചാരികളെ മാടി വിളിക്കും എട്ടിക്കുളം. പക്ഷേ എങ്കിൽ പോലും ഇത്തരം സാധ്യതകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും, ഏഴിമലയുടെ ഒരു സാധ്യത, ഈ എട്ടിക്കുളം ബീച്ചിൻ്റെ ഒരു സാധ്യതയൊക്കെ ഉണ്ടായിട്ടും ടൂറിസം വകുപ്പിൻ്റെ കാര്യമായ ഒരു ശ്രദ്ധ ഇവിടെ പതിയുന്നില്ല എന്ന് എടുത്തു പറയേണ്ടി വരും. ഇവിടെ ധാരാളമായി കുടുംബങ്ങളൊക്കെ വരുന്നതാണ്, സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെ ഒരുക്കി നൽകിയിട്ടില്ല. പക്ഷേ അത്തരം സാഹചര്യത്തിൽ ടൂറിസം വകുപ്പ് കാര്യമായൊരു പരിഗണന ഇവിടെ നൽകുകയാണെങ്കിൽ കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുവാനും അത്തരത്തിൽ വലിയൊരു വരുമാനം ഉണ്ടാക്കാനും സാധിക്കുമെന്ന് പറയാതെ വയ്യ. പക്ഷെ എങ്കിൽ പോലും ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടമായി തന്നെയാണ് എട്ടിക്കുളം ബീച്ച് മാറിയിട്ടുള്ളത്. മുൻപ് കാലത്തൊക്കെ എട്ടിക്കുളം ബീച്ച് അതുപോലെ തന്നെ ലൈറ്റ് ഹൗസ് ഒക്കെ കാണാനായി കൂടുതൽ ആളുകൾ ഇവിടത്തേക്ക് എത്തിച്ചേരാറുണ്ട്. സൗന്ദര്യം അല്ലെങ്കിൽ എട്ടിക്കുളം ബീച്ചിൻ്റെ സൗന്ദര്യമൊന്നും ഒറ്റ എപ്പിസോഡിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും തൽക്കാലത്തേക്ക് ഈ നാട് ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ്. ബൈ.